സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമം. രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനാണ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. ഖജുരാഹോയിൽ വിഷ്ണു വിഗ്രഹം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. സനാതന ധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് അക്രമി വിളിച്ചു പറഞ്ഞു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം വിട്ടയച്ചു. നമുക്ക് ആർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഒരു അഭിഭാഷകൻ പെറ്റീഷണർ ഇരിക്കുന്ന സൈഡിൽ നിന്നും ഒരു ഷൂസ് എടുത്ത് എറിയാനായിട്ട് ശ്രമിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ സെക്യൂരിറ്റി ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് മാറ്റുകയും ചീഫ് ജസ്റ്റിസ് അതിന് പ്രതികരിക്കുകയും വളരെ ചെറുതായിട്ട് ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവില്ല, അത്രയും മാത്രമേ അദ്ദേഹം പ്രതികരിച്ചുള്ളൂ. സനാതനധർമ്മത്തെ തൊട്ടുകളിക്കാൻ അനുവദിക്കില്ല എന്ന് ആക്രോശിച്ചാണ് അഭിഭാഷകനായ രാകേഷ് കിഷോർ അതിക്രമിക്കാൻ ശ്രമിച്ചത്. മധ്യപ്രദേശിലെ ഖജുരാഹോയിലെ തകർന്ന വിഷ്ണു പ്രതിമ പുനഃസ്ഥാപിക്കണമെന്ന ഹർജി ചീഫ് ജസ്റ്റിസ് പരിഗണനയ്ക്കെടുക്കാതെ നേരത്തെ തള്ളിയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തകർന്ന വിഗ്രഹവുമായി ബന്ധപ്പെട്ട വിഷയം തീരുമാനിക്കേണ്ടത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി അന്ന് നിരാകരിച്ചത്. ഹർജി തള്ളിയിട്ടും കൂസാതെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഹർജിക്കാരനോട് നിങ്ങളുടെ ദൈവത്തോട് പറയൂ എന്ന പരാമർശവും ചീഫ് ജസ്റ്റിസ് കോടതിയിൽ നടത്തിയിരുന്നു. ഇക്കാര്യം ഓർമ്മിപ്പിച്ചാണ് രാകേഷ് കിഷോർ അതിക്രമത്തിന് മുതിർന്നത്. അതിക്രമ ശ്രമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായി. രാജ്യം ഇരുട്ടിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് കൃത്യമായിട്ട് ഇരുട്ടിലാണ്. ഭീകരമായ സംഭവമല്ലേ നടന്നിരിക്കുന്നത്. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ സാധാരണക്കാരായർക്ക് എന്ത് നീതി കിട്ടുന്ന പറയുന്നത്? സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. നിലതെറ്റിയ വ്യക്തിയുടെ വികാര പ്രകടനമായി കാണാൻ കഴിയില്ല. RSSും പരിവാറും 100 വർഷം കൊണ്ട് സൃഷ്ടിച്ച അസഹിഷ്ണുതയാണ് പ്രകടമായെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം രാകേഷ് കിഷോറിനെ ബാർ കൌൺസിൽ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ നടപടികളിലേക്ക് ഉടൻ കടക്കും. ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചനുസരിച്ച് ഇയാളെ കസ്റ്റഡിയിൽ നിന്നും പോലീസ് വിട്ടയച്ചു. കേട്ടുകേൾവി പോലുമില്ലാത്ത അപമാനമാണ് 1-ാം നമ്പർ കോടതിയിൽ ഉണ്ടായത്. സനാതനധർമ്മത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ ചീഫ് ജസ്റ്റിസിനെ പോലും വെറുതെ വിടുന്നില്ലെന്ന് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.